കേറ്ററിംഗുകാരുടെ കറികൾക്കൊക്കെ നല്ല രുചിയാണല്ലേ. എത്രയെന്ന് വെച്ചാലും നമ്മൾ അറിയാതെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചു പോകും. അപ്പോൾ അതാ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ടേസ്റ്റിൽ നമുക്കൊരു കൂട്ടുകറി തയ്യാറാക്കി നോക്കിയാലോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വെള്ളക്കടലയാണ്. അപ്പോൾ വെള്ളക്കടല വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ കുതിർത്തൊക്കെ എടുത്ത് വെച്ചിരുന്നതാണ്. ഇനി ഇതിനെ കുക്കറിലേക്കാക്കി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 വിസിൽ അടിച്ചു കൊടുത്തിരുന്നാലും മതിയാവും. അതായത് ഒരു 3/4 വേവോളം തന്നെ മതിയാവും കേട്ടോ. അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ടില്ല, പിന്നീടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് റെഡിയാക്കിയതിന് ശേഷം കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയായി വരുന്ന സമയത്ത് പച്ചക്കറികൾ ഒരു പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് അങ്ങോട്ട് തയ്യാറാക്കിയിട്ടില്ല, കുറച്ച് മാത്രമാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ വേണ്ടത് ഏത്തക്കയാണ്. തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഏത്തക്ക എടുത്തിട്ടുള്ളൂ. അതുപോലെ ഒരു ചേനയുടെ പകുതി മാത്രം എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മത്തങ്ങയും ഒരു കുഞ്ഞു കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ എടുക്കാവുന്നതാണ്. അതുപോലെ കുമ്പളങ്ങ, ക്യാരറ്റ് ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലേശം കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്, അല്ലാതെ എരിവിന് വേണ്ടിയിട്ടല്ല. ഒരു 1/4 ടീസ്പൂൺ മാത്രം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പെരുങ്കായം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുഞ്ഞു കഷ്ണം ശർക്കരയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചക്കറിക്കെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മാത്രം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. പിന്നെ വേണ്ടത് ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടിയാണ്. ആ വെള്ളം ഒരുപാട് നിറഞ്ഞു നിൽക്കേണ്ട, ഒരു പച്ചക്കറിയുടെയൊക്കെ ഏകദേശം താഴെ ആ ഒരു ലെവലിൽ ഇരുന്നാൽ മതിയാവും. ഇനി നമുക്കിത് വേവാനായിട്ട് വെക്കാം. അതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മളൊരു ചീഞ്ചട്ടി അടുപ്പത്തൊട്ട് വെച്ച് കൊടുത്തിട്ട് ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കൂട്ട് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു നുള്ള് ചെറിയ ജീരകം ഉണ്ടല്ലോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊട്ടി വന്നോട്ടെ. പിന്നെ വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ വേണ്ടത് വറ്റൽമുളക് ഒരു 4 എണ്ണം മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിരുന്നാലും ഒരുപാട് അങ്ങ് കൂടി പോകേണ്ട കാര്യമില്ല കേട്ടോ. നമുക്കതെല്ലാം കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. കുരുമുളകൊക്കെ ഒന്ന് പൊട്ടി വന്നോട്ടെ. അതെല്ലാം കൂടെ ഒന്ന് വന്നതിന് ശേഷം നമുക്ക് ഒരു ലേശം കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ അതെല്ലാം ഒന്ന് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് പകുത്ത് മാറ്റി വെക്കാവേ. ആ ഒരു ചീഞ്ചട്ടിയിലേക്ക് തന്നെ ഒരു ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്കകത്ത് തയ്യാറാക്കുമ്പോഴാണല്ലോ കൂട്ടുകറിക്ക് അതിൻ്റേതായ ഒരു സ്വാദ് വരുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂണോളം തന്നെ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉഴുന്നൊന്ന് പൊട്ടി ചെറുതായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് മൂത്ത് പോവുകയും വേണ്ട കേട്ടോ. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സ്വല്പം കൂടുതലുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ അത്ര തേങ്ങ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരുപാട് തേങ്ങ ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ തേങ്ങ അതുപോലെ തന്നെ നമ്മൾ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. തേങ്ങ വറക്കാനിടുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ അത് ഓർത്തില്ല, പെട്ടെന്ന് തന്നെ ചീഞ്ചട്ടിയിലേക്ക് എടുത്തിടുകയാണ് ചെയ്തത്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നല്ല രീതിയിലൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാമെന്ന് വെച്ചത്. ഇല്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഉഴുന്നൊന്ന് റെഡിയാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ മൂപ്പിച്ചെടുക്കണമല്ലോ. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ലേശം നമ്മളെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ലേശം നമുക്കൊരു ബൗളിലേക്കാക്കി മാറ്റി അതവിടെ ഇരിക്കട്ടെ. അതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഈ ഒരു ചീൻചട്ടിയിൽ ഇരിക്കുന്നതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് നമ്മുടെ കടല 1-2 വിസിൽ അടുപ്പിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കുക്കറിനനുസരിച്ചാണ് കേട്ടോ അതൊക്കെ വെന്ത് കിട്ടുന്നത്. അങ്ങനെ കടല അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വെന്തൊക്കെ ഇരിപ്പുന്നുണ്ട്. വെന്ത് ഉടഞ്ഞങ്ങ് പോയിട്ടുമില്ല, എന്നാൽ ഞെക്ക് കൊള്ളുന്നുണ്ട് താനും. അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ കഷ്ണങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി അത്യാവശ്യം ഇരിപ്പുണ്ട്. ഇട്ടങ്ങോട്ട് കുഴച്ചങ്ങോട്ട് പരുവം ആക്കണ്ട, ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ അതിലേക്ക് നമ്മൾ കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കടല നമുക്ക് കുക്കറിലിട്ട് വേവിക്കണം എന്നില്ല, വെള്ളത്തിലിട്ട് കുതിർത്തതായതുകൊണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ പച്ചക്കറിയുടെ കൂട്ടത്തിലിട്ട് വേവിച്ചെടുത്തിരുന്നാലും മതി. പിന്നെ ഗ്യാസിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പച്ചക്കറികളെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ച് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ആ കടലയുടെ ബാക്കിയും കൂടെ ഒന്ന് ലേശം വെന്ത് കിട്ടാനായിട്ടല്ലോ അതൊന്നെല്ലാം ഒന്ന് ആയി വരട്ടെ കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കുരുമുളകും വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും കൂടെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും തൊടിക്കരുത് കേട്ടോ, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിരുന്നാലും മതിയാവും. കല്ലുണ്ടെങ്കിൽ കല്ലിൽ വെച്ച് പൊടിച്ചെടുത്തിരുന്നാലും മതിയാവും കേട്ടോ. അതെല്ലാം കൂടെ
കുറച്ചെടുത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ കഴുകാനൊന്നും നിന്നില്ല, കാരണം കറിയെല്ലാം ഒന്ന് തന്നെ ആയതുകൊണ്ട് അതിലേക്ക് തന്നെ തേങ്ങ നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ തേങ്ങ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇച്ചിരി മാത്രം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടില്ല, കുറച്ചുകൂടെ തേങ്ങ ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു തേങ്ങ ഫുള്ളൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കൂട്ടുകറി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും തേങ്ങ ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും ചേർത്ത് കൊടുക്കാഞ്ഞത്. നമ്മുടെ പച്ചക്കറിയും അതുപോലെ തന്നെ കടല എല്ലാം ഒന്ന് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അതിലേക്ക് നമ്മുടെ അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ രീതിയിലൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം കേട്ടോ. അതെല്ലാം കൂടെ ഒന്ന് തയ്യാറായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെ പൊടിയെല്ലാം കൂടെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴാണ് കൂട്ടുകറിക്ക് നല്ലൊരു കളറായിട്ട് വരിക. ഈ അരിമുളക് പോലത്തെ ഉണ്ടല്ലോ, ഈ കുരുമുളകിൻ്റെ പുറന്തൊണ്ട് ഇല്ലാതെ നമുക്ക് വെളുത്ത രീതിയിൽ കിട്ടുന്നത്, ആ ഒരു മുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കൂട്ടുകറിക്ക് അത്രയൊരു കളറ് കിട്ടണമെന്നില്ല. ടേസ്റ്റ് ഉണ്ടാവും, കളറ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല കളറും കിട്ടും, സൂപ്പർ ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ ഈ കുരുമുളക് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുത്തിരുന്നാലും മതിയാവും കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടി നല്ല രീതിയിലൊന്ന് ഇളക്കി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത്രയും വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ചുകൂടെ അത് കുറുകി എന്തായാലും വരുവേ. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇളക്കി അതിൻ്റെ കളറൊക്കെ കണ്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. നമ്മൾ ഓണത്തിൻ്റെ റെസിപ്പീസ്, അതായത് മധുരക്കറികൾ, കോട്ടയം സ്പെഷ്യലായിട്ടുള്ള അതൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ വീഡിയോയുടെ അവസാനം ലിങ്ക് കൊടുത്തേക്കാവേ. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു ചട്ടിയിലേക്കാക്കി നമ്മൾ പല സ്റ്റെപ്പുകളായിട്ടാണ് ഈ ഒരു കറി ചെയ്തെടുക്കുന്നത്. സൂപ്പർ ടേസ്റ്റുമാണ് അങ്ങനെ ചെയ്തെടുക്കുന്ന കാരണം. അപ്പോൾ ഇതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 1.5 ടീസ്പൂണൊക്കത്തോളം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ചൂടായി വന്നപ്പോൾ ഒരു നുള്ള് നമ്മൾ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ജീരകം ചേർത്ത് കൊടുക്കേണ്ട, ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുത്തിരുന്നാലും മതിയാവും. ഒന്ന് പൊട്ടി വന്നോട്ടെ. അതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയെല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ കറിയെല്ലാം കൂടെ അതിലേക്ക് കിടന്ന് ആ നെയ്യിലിട്ട് നല്ല രീതിയിലൊന്ന് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുക. അതുമാത്രമല്ല, ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഉപ്പ് ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നല്ലോ, അരപ്പ് തയ്യാറാക്കിയതിൻ്റെ ബാക്കി തേങ്ങ, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി പാകത്തിന് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് പച്ചക്കറികളെല്ലാം കൂടെ അങ്ങോട്ട് ഉടച്ച് അങ്ങോട്ട് കളയരുത്. അത്യാവശ്യം നിൽക്കത്തക്ക വിധത്തിൽ വേണം, നമുക്ക് കാണത്തക്ക വിധത്തിൽ വേണം നമുക്ക് ഈ പച്ചക്കറികളെല്ലാം കിടക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ സൈഡിൽ കൂടെ മാത്രം ഇളക്കി ഒന്ന് പാകത്തിന് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒരു 2-3 മിനിറ്റ് നമുക്കൊന്നുകൂടെ ഒന്ന് ഇങ്ങനെ തന്നെ വെക്കാവുന്നതാണ്. അതെല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് കിട്ടിക്കോട്ടെ. മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ കറിയെല്ലാം ഏകദേശം ഒന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി വാങ്ങി വെക്കാം. വാങ്ങി വെച്ച് തണുത്തതിന് ശേഷമാണ് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലായതുകൊണ്ട് തന്നെ ഇരുന്ന് കുറുകും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇച്ചിരി വെള്ളം തോന്നിച്ചാലും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായത് കരുതുന്നു.